അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ഇനിയിപ്പോ സന്തോഷിപ്പാൻ വകുപ്പുണ്ടേ? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. ഞാൻ ആ വാക്കിനെ രണ്ടായിട്ടൊന്ന് തിരിക്കുക. ചിന്തയും ആകുലവും. കണ്ടോ? ചിന്തയും ആകുലവും. രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാ. പത്രോസ് പറയുമ്പോൾ വ്യക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും രണ്ടാ. ചിന്തയും ആകുലവും. ഒരുപാട് ചിന്തിക്കരുത്, വിചാരപ്പെടരുത്. ചിന്തയും, ഈ ചിന്ത കൂടുമ്പോൾ എന്തായി മാറും? ആകുലമായി മാറും. ചിന്ത ആകുലമായി മാറും. പോണ വഴി കണ്ടോ? ഒത്തിരി പേര് പറയുന്നുണ്ട് ഉറക്കം വരുന്നില്ല, പല ചിന്തകളാ. ചിന്ത ആകുലമായി മാറുമ്പോൾ ശ്രദ്ധിച്ചോളണം, ശത്രുവിന് നിങ്ങൾ വഴിയൊരുക്കുക. ചിന്ത ആകുലമായി മാറുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടെൻഷനും, അതിനപ്പുറത്തേക്ക് പോകുന്നത് അടുത്ത തീരുമാനങ്ങളുമാണ്. വഴി കൊടുക്കരുത്. ആദ്യം പിടിച്ച ചിന്തകള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായ ചിന്തകൾ കൊണ്ടിട്ടിട്ട് നിങ്ങളെ ഞെരുക്കി. പ്രൈസ് ദി ലോർഡ്. അയ്യോ ഇനി എന്തായി മാറും, അയ്യോ ഇനി എന്തായി മാറും, അയ്യോ എന്റെ അവസ്ഥ എന്തായി മാറും, എന്റെ ജീവിതം എന്തായി മാറും, എന്റെ ഭാവി എന്തായി മാറും, ഈ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കാര്യങ്ങൾ ശരിയാകുന്നില്ലല്ലോ, എന്റെ സമ്പത്ത് നേരെയാകുന്നില്ലല്ലോ, എന്റെ ജോലി നേരെയാകുന്നില്ലല്ലോ, അയ്യോ നാളെ ഇനി എന്താകും, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായി മാറും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി മാറും. ചിന്തകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പോയിരുന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക, സകലവും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയത്രേ വേണ്ടത്. നിങ്ങൾക്ക് ചിന്ത കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചോളണം. നിങ്ങൾക്ക് ചിന്ത കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാർത്ഥിച്ചോളണം. If you worry so much, you need to pray so much.